എല്ലാം വളരെ പാവം പിടിച്ച ആൾക്കാരാണ് ഈ വന്ന് കിടക്കുന്നതെല്ലാം. അവർക്ക് ഇവരെ സഹായിക്കാനുള്ള ഒരു രീതി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അൽ മുക്തദിർ ഫാഷൻ ജ്വല്ലറിയുടെ ഉടമസ്ഥ അടക്കം 3 പേരെ ഇപ്പോൾ കാണാനില്ല. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒരു വർഷത്തെ 11 മാസത്തേക്കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പണിക്കൂലിയെല്ലാം സ്വർണ്ണം കിട്ടും. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല പറയാൻ. ആ ജീവിതമെല്ലാം മനസ്സ് മരവിച്ചിരിക്കുന്ന. പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ഓപ്പണായിട്ട് ഇന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. നിക്ഷേപ തട്ടിപ്പാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചോ? എൻ്റെ പുറകിലൊരു ചെറിയ ഗേറ്റുണ്ട്. ആ ഗേറ്റ് വഴി ഇവരും സ്ത്രീകളും എല്ലാം അങ്ങ് കടന്നു കളയാണ് ചെയ്തത്. എൻ്റെ മോടെ കല്യാണത്തിന് വേണ്ടി 40 സ്വർണ്ണം എടുത്താണ്. ഞങ്ങൾക്ക് നാസറാദിയായിട്ടുള്ള പരിധി. ഈ മൻസൂറിനെ നമ്മൾ പേപ്പറിലും ഫോട്ടോയിലും കണ്ടിട്ടുള്ള അല്ലാതെ നമ്മൾ ഇതുവരെ നേരിട്ട് അയാളെ കണ്ടിട്ടില്ല. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കൊടുത്തത് എൻ്റെ ജോലി കടപ്പണിയാണ്. ഇനിയും ഇവിടെ ജീവിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ വേറെ ഒരു ചാനലും ഇത് റിപ്പോർട്ട് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് എന്താ കാര്യം എന്നുള്ളത് ഇയാളുടെ കാശിൻ്റെ ബലം കൊണ്ടോ ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പ്രസിദ്ധമായ അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട വലിയൊരു നിക്ഷേപ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലുള്ള അൽ മുക്താദിർ ഫാഷൻ ജ്വല്ലറിയുടെ ഉടമസ്ഥ അടക്കം 3 പേരെ ഇപ്പോൾ കാണാനില്ല. പക്ഷേ നിക്ഷേപം നടത്തിയ, അതായത് ഈ ജ്വല്ലറിയിലേക്ക് നിക്ഷേപം നടത്തിയ നിരവധി പേർ ഇപ്പോൾ ഈ വീടിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചത്? നിക്ഷേപ തട്ടിപ്പാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്റെ കൂടെയുള്ളത് ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള ചേട്ടനാണ്. അദ്ദേഹമാണ് ഇത്രയും ദൂരത്തുനിന്നും ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ അദ്ദേഹം പരിചയപ്പെട്ട രീതിയാണ്? എൻ്റെ മോടെ കല്യാണത്തിന് വേണ്ടി 40 സ്വർണ്ണം എടുത്താണ്. അത് ഇവിടെ കരുനാഗപ്പള്ളിയുള്ള ഒരാളുടെ കിറവിലാണ് ഞാനവിടെ കൊടുത്തത്. 35 സ്വർണ്ണം കൊടുത്തിട്ട് അതിപ്പം എങ്ങനെ ഇല്ലാതെ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്വർണ്ണമായിട്ട് കൊടുത്തു. സ്വർണ്ണമായിട്ടാണ് 35 സ്വർണ്ണം. എന്തായിരുന്നു ഈ സ്വർണ്ണം വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞു? 3 മാസം മുമ്പ് ഇത് പൈസ കൊടുത്തായിരുന്നു. 3 മാസം മുമ്പ് പൈസ കൊടുത്ത് അത് സ്വർണം തന്ന് തിരിച്ച് ഇവർ തന്നെ വാങ്ങി. ഇതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ലാഭത്തിന് പറഞ്ഞ പലിശയാണ് വേണ്ട, അല്ല ഈ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരാം. ഞാൻ 1 വർഷം ഇതിൻ്റെ എന്തോന്ന് തന്നിരുന്നു, പിന്നെ അത് എന്തോന്നായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല പറയാൻ. ആ ജീവിതമെല്ലാം മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു കണ്ടു. അതുകൊണ്ട് പറയുന്നത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ എഴുതുക. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കൊടുത്തത് എൻ്റെ ജോലി കടപ്പണിയാണ്. ഇനിയും ഇവിടെ ജീവിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇനി പിന്നെ നിങ്ങളെ ഞാനൊന്നും പറയാൻ മനസ്സൊന്നും അനുവദിക്കുന്നില്ല. വേറെ എന്താണ് അത്രയേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ എഴുതുക. അത് വേറെ അല്ല, സത്യമാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഒന്നും പറയാൻ മനസ്സ് പോകുന്നില്ല. തൊഴിലാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം മാനസികമായിട്ട് അദ്ദേഹം അത്രയധികം വിഷമത്തിലാണ്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഹരികൃഷ്ണൻ എന്ന് പറയുന്നൊരു ചേട്ടനാണ്. ചേട്ടൻ ഈ പ്രദേശത്ത് ഇവിടെ തന്നെ ഉള്ളതാണ്. ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. എങ്ങനെയാണ് ഇവരുമായിട്ട് ബന്ധത്തിലായത്? അവരുടെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടാണ് നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് പോകുന്നത്. എൻ്റെ മോളുടെ വിവാഹമാണ് നവംബറിൽ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ പണിക്കൂലി ഇല്ലാതെ സ്വർണം തരും എന്നുള്ള എല്ലാവിധ പത്രങ്ങളിലും ടി വികളിലും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ അവിടെ തിരക്കാൻ ചെല്ലുകയും ചെയ്തു. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കക്ഷിക്ക് പൈസ അങ്ങനെ സ്വർണം കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിലായത്. അങ്ങനെ നേരിട്ട് അവിടെ ചെന്ന് കടയിൽ മാനേജരും ഒക്കെ ആയിട്ട് സംസാരിച്ച് എൻ്റെ കുറച്ച് പഴയ ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറി മേടിക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒരു വർഷത്തെ 11 മാസത്തേക്കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പണിക്കൂലിയെല്ലാം സ്വർണ്ണം കിട്ടും, പിന്നെ ഒരു 3 പവൻ 4 പവനോളം അധികവും തരും, അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് 4 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനവിടെ കടയിൽ ചെന്നപ്പോൾ അവിടെ സ്റ്റോക്ക് കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ ഫാക്ടറിയിൽ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ ആൾക്കാർ ഒത്തിരി മേടിക്കാൻ വരുന്നത് ഞങ്ങൾ സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ ഇത് എന്തോ സംഭവം ആണെന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. ചേട്ടൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ എല്ലാവരോടും പറയുമോ? ആരും അറിഞ്ഞു, ഞാനും എൻ്റെ വൈഫ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയാൻ പോലും ഉള്ളത്. ഒന്നാമതെന്ന് വെച്ചാൽ ഇതിനകത്ത് 99% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അല്ലാതുള്ള ഞങ്ങൾ ഒരു വളരെ ചുരുക്കം അറിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ചും ഞാനും എൻ്റെ വൈഫിൻ്റെ കിട്ടിയ സ്വർണ്ണമാണ്. വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ഓപ്പണായിട്ട് ഇന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയില്ല. അതാണ് നൂറുകണക്കിന് ആളുകളുണ്ടോ? 100 ഇവിടെ കരുനാഗപ്പള്ളി തന്നെ. ഇപ്പം ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ തന്നെ ഞങ്ങളുടെ ഒരു 140 പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഇപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് ഞങ്ങളിങ്ങനെ സമരം ചെയ്യുകയാണ്. രാവിലെ ദിവസങ്ങളിലെ വലിയ രീതിയിൽ കഞ്ഞിവെപ്പ് സമരമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നടക്കുകയാണ്. ഞങ്ങൾ പെരുന്നാൾ ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പം വെളിയിലാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്? ഇപ്പൊ ഒരാഴ്ചയായിട്ട് 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി പിന്നെ പുറകിലൊരു ചെറിയ ഗേറ്റുണ്ട്.
ആ ഗേറ്റ് വഴി ഇവരും സ്ത്രീകളും എല്ലാം അങ്ങ് കടന്നു കളയുകയാണ് ചെയ്തത്. പിന്നെ അവരിപ്പോൾ വേറെ എവിടെ ആണുള്ളത് ഇവിടെ എന്നിട്ട് അവർ കറണ്ടൊക്കെ അങ്ങ് ഓഫ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫാൻ കൊണ്ടുവരും കാര്യങ്ങൾ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ അവിടെ കഴിഞ്ഞു കൂടുകയാണ്. ഷിഫ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തു. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണണം. ആ പരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ വീട് ഒഴിഞ്ഞു കൊടുക്കത്തില്ല. ഞാൻ ആർമിയിലായിരുന്നു, ആർമിയിൽ നിന്ന് വന്നിട്ട് പെൻഷനായി വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ വളരെ വളരെ ദുഃഖവും പരിതാപകരമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇന്നിപ്പോൾ ഉച്ചയായവരും ഇല്ല. വേറെ ഒരു മാമയൊക്കെ എന്ന് വെച്ചാൽ മാമയുടെ പിന്നെ മോടെ കല്യാണത്തിന് വേണ്ടി മൊത്തം സ്വരൂപ് ചോദിച്ചാൽ മൊത്തം സ്വർണ്ണവും പോയെന്നുള്ളത്, അങ്ങനെ കിട്ടിയിട്ടില്ല. വേറെ ഒരു കക്ഷിയുടെ മോടെ കല്യാണം പോലീസ് നടപടി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. അത് FIR ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇവരുടെ അന്വേഷിക്കുക ഒരു ഏജന്റിനെ മാത്രം ഇവരെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്തായിരുന്നു. അയാൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി. ഇയാൾ പറയുന്നത് വെച്ചാൽ ഇതൊന്നും ഞാനല്ല മേടിച്ചത്, ഇതെല്ലാം മൻസൂർ എന്ന് പറയുന്ന കക്ഷിയാണ്, അയാൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ എന്നാണ് ഈ നാസർ ഹാദി പറയുന്നത്. പക്ഷെ നാസർ ഹാദിയാണ് ഞങ്ങൾക്ക് ബോണ്ടിനകത്ത് സൈൻ ചെയ്ത് തന്നേക്കുന്നത്. ഞങ്ങൾക്ക് നാസർ ഹാദിയായിട്ടുള്ള പരിചയം. ഈ മൻസൂറിനെ നമ്മൾ പേപ്പറിലും ഫോട്ടോയിലും കണ്ടിട്ടുള്ള അല്ലാതെ നമ്മൾ ഇതുവരെ നേരിട്ട് അയാളെ കണ്ടിട്ടില്ല. അയാൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞിട്ട്. അപ്പോൾ അയാളെ നാട്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൂടിയൊക്കെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇതിനകത്ത് ഒരു ആക്ഷനും മോൾ ഘടകങ്ങളിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഒരു ചാനലുകാർ പോലും അങ്ങനെ ഒരു പരസ്യമായ റിപ്പോർട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ പേരിലായിരിക്കും? ഒരു പ്രാവശ്യം കൊണ്ട് ചാനൽ റിപ്പോർട്ട് ചെയ്തു, അല്ലാതെ വേറെ ഒരു ചാനലും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് എന്താ കാര്യം എന്നുള്ളത് ഇയാളുടെ കാശിൻ്റെ ബലം കൊണ്ടോ ഒക്കെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം എല്ലാം വളരെ പാവം പിടിച്ച ആൾക്കാരാണ് ഈ വന്ന് കിടക്കുന്നതല്ല. അവർക്ക് ഇവരെ സഹായിക്കാനുള്ള ഒരു രീതി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ഏകദേശം 200ഓളം പേരാണ് ഇത്തരത്തിൽ ഈ വീടിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ഇവിടെ കഞ്ഞിവെച്ച് സമരം നടത്തി പ്രതിഷേധിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ വീട്ടിനുള്ളിൽ തന്നെ ഇവർ ഇവിടെ കിടന്നുകൊണ്ടും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം ആർക്കും അവരവരുടെ വീടുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടായ ആർക്കും അവരുടെ വീടുകളിൽ ചെന്ന് എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഏതായാലും കരുനാഗപ്പള്ളി പോലീസിലേക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ധനകാര്യ വകുപ്പിനുമടക്കം പരാതി കൊടുക്കാനാണ് ഇവരുടെ തീരുമാനം.